ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമ്മൾ DJ ആക്ഷൻ 6 വെച്ചിട്ടാണ് ഇന്ന് നമ്മളെ വ്ളോഗ് ചെയ്യുന്നത്. ഇതൊരു ട്രയൽ വ്ളോഗാണ് ഗൈസ്. എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നെന്ന് എനിക്കറിയാം, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് സീ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ വിഷുസദ്യ കഴിക്കാൻ പോവാണ് ഗൈസ്. അത് ക്രൗൺ പ്ലാസയിലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിച്ചട്ടമ്പി കാണാൻ പോകുന്നുണ്ട് ഫോറം മോളിൽ. സോ അങ്ങനെ കുറച്ച് പരിപാടീസ് വിഷുവായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എനിവേസ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ സദ്യ കഴിക്കുക ഗൈസ്, കുടുംബമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് എൻ്റെയും പരിപാടി എന്ന്. വിഷിങ് എവരി വൺ ഹാപ്പിനെസ് ആൻഡ് നല്ലൊരു സദ്യ. അപ്പം നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോട്ടെ. എന്നിട്ട് ഇതൊന്ന് വെച്ച് പരീക്ഷിക്കട്ടെ ഞാൻ ഗൈസ്. ഈ പുതിയ ക്യാമറ കുറച്ച് യൂസ് ടു ആവാറുണ്ട്. എന്തായാലും ഈ ഒരു മൈക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുന്നുണ്ട്. കൊള്ളാം ഈ സാധനം. അങ്ങനെ ഗൈസ് നമ്മൾ ക്രൗൺ പ്ലാസയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി വിഷുമണി ലിഫ്റ്റിൽ ക്രൗൺ പ്ലസിലാണ് ഇന്നത്തെ വിഷു സദ്യ. നല്ല മീൻ പൊരിച്ചതും മീൻ പൊരിച്ചതാ വേണേ കഴിക്കാം. വിഷു സദ്യ അല്ലേ, ഓണസദ്യ അല്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ വിഷു സദ്യ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ക്രൗൺ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വിഷുവിൻ്റെ സംഭവം കണി കാണാത്തവർ കണ്ടോളൂ. നൈസ്. എന്തായാലും ഗൈസ് മൊസൈക്കിലാണ് വിഷു സദ്യ. 12:30 പറഞ്ഞതാണ്. ഓടിപ്പോട്ടെ. വെയിറ്റ്, ഐ ആം കമ്മിങ്. ലിഫ്റ്റാണ് ജോണി. ഓക്കെ, ഇത് കഴിച്ചിട്ട് ഉടനെ നേരെ ഓടണം ഗൈസ് സിനിമയ്ക്ക്. പള്ളിച്ചട്ടമ്പി. എനിക്ക് മൈൻഡ് ഇല്ലാത്തോണ്ടല്ലേ രണ്ട് പടം കാണാൻ വേണ്ടിയിരിക്കുന്നത്. അത് ദുരൂഹ സാഹചര്യവും കൂടെ കാണാനുള്ള ഒരു സാഹചര്യം ഇല്ല ഗൈസ്. പട്ടാവും. എൻ്റെ പേര് ഓ നൈസ് ഗൈസ്. വിഷു കൈനീട്ടും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അടിപൊളി. നൈസ്. നൈസ് സെറ്റപ്പ് കേട്ടോ. കൊള്ളാം അല്ലേ? അല്ല സദ്യയാണ്. ഗൈസ് കൊന്നയൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന നൈസ്. എവിടെ ഇരിക്കുന്നു? പേരുണ്ട്, റിസർവ്ഡ് ഫോർ നെയിം ബോർഡൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് സദ്യ തിന്നാൻ വന്നിരിക്കുകയാണ്. ഇതാണ്ട നമ്മുടെ പേര്, റിസർവ്ഡ് ഫോർ സനു മുഹമ്മദ്. ആൻഡ് എപ്പോഴും നമ്മൾ വിഷു ഇവിടെയാണ് നമ്മൾ വരുന്നത് സദ്യക്ക്, ക്രൗൺ പ്ലാസയിൽ. അടിപൊളി സദ്യയാണ് കേട്ടോ. എന്നാൽ ഫാസ്റ്റായിട്ട് കഴിക്കുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ബിക്കോസ് എല്ലാവരുടെ പേരിൽ റിസർവേഷൻ ഉണ്ട്. 3 സ്ലോട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. 12:30, 1:30, 2:30 എന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. അപ്പം ലെറ്റ്സ് സീ ഗൈസ് ഫുഡ് ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. സാധനം വന്നിട്ട് വരാം. ബൈ. സാധനങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഇവരൊക്കെയാണ് ക്രൗൺ പ്ലാസയിലെ സ്റ്റാഫാണ്. ഓരോരോ ഐറ്റംസായിട്ട് വന്നു തുടങ്ങി ഗൈസ്. താങ്ക് യു. ഫുൾ സാധനവും റെഡി ആയിട്ട് വരാം ഗൈസ്. വിഭവസമൃദ്ധമായ ഒരു സദ്യ ലോഡിംഗ് ആണ് ഗൈസ്. ഇത്രയും കറി വന്നിട്ടുണ്ട്. നമ്മളാണ് ആ കൂടെ വന്നത് ഇവിടെ. ലൈക്ക് ഫസ്റ്റ് ആദ്യം വന്ന് സദ്യ ഉണ്ടെന്ന് നമ്മളാക്കി. ആൾക്കാരെ കാണാനല്ല, നമുക്ക് മറ്റേ ആക്രാന്തം കാണണമല്ല ഗൈസ്. നമുക്ക് സിനിമയുണ്ട് 1:30. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്ന് ഫസ്റ്റ് സ്ലോട്ട് തന്നെ എടുത്ത് ഫുഡ് അടിച്ചിട്ട് നേരെ ഓടാമെന്നുള്ള പ്ലാനിൽ വന്നതാണ്. അപ്പോൾ എന്തായാലും സദ്യ നല്ലപോലെ കഴിക്കുന്നു, നേരെ പോകുന്നു സിനിമയ്ക്ക്. അങ്ങനെ ഗൈസ് ഇതാണ് നമ്മുടെ വിഷു സദ്യ ഈ പ്രാവശ്യത്തെ. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വരാൻ ഗൈസ്. ഇനി പായസമൊക്കെ വരാനുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. അട, പിന്നെ കുറേ കറികളും, പപ്പടം, നല്ല ആന പപ്പടം. അട നല്ല മടമടാന്ന് അടിച്ചു തുടങ്ങി. അപ്പോൾ ഗൈസ് ഞാനും അടിക്കട്ടെ. ആദ്യം പരിപ്പാണ് വന്നേക്കുന്നത്, പരിപ്പും നെയ്യും. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒന്ന് ഫസ്റ്റ് ഒരു ഉരുള കഴിക്കുന്നത് കാണിച്ചു തരാം. ഈ ഒരു DJ വന്നതിന് ശേഷം ഗൈസ് നല്ല ഈസി ആട്ടോ വ്ളോഗ് ചെയ്യാൻ. അല്ല DJ എന്താ ചെയ്ത്? ഓക്കെ. ആദ്യം പരിപ്പും കുറച്ച് പപ്പടവും കൊടുത്തോ ഗൈസ്. കുറച്ച് പപ്പടവും നെയ്യും പരിപ്പും ചോറും. അപ്പം ഹാപ്പി വിഷു ഗൈസ്. ഓ സീനല്ലേ? എങ്ങനെയുണ്ടാ? കിടല്ലേ? ഞാൻ പറഞ്ഞേ സദ്യ കഴിക്കാൻ ക്രൗൺ പ്ലാസ അല്ലാതെ ഞാൻ വേറെ ഒന്നും സജസ്റ്റ് ചെയ്യില്ല. നമ്മളെല്ലാ പ്രാവശ്യം വന്ന് കഴിക്കുന്ന ഓണത്തിനായാലും വിഷുവിനായാലും സദ്യ കഴിക്കാൻ വരുന്ന ഇവിടെയാണ്. സോ മസ്റ്റ് ട്രൈ ഗൈസ്. പിന്നെ ഗ്രാൻഡ് ഓൺട്രൈ നല്ലതാണ്. സെക്കൻഡ് ബെസ്റ്റ് മസ്റ്റ് ട്രൈ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഓർഡർലിയാണ്. 1:30, 12:30, 1:30, 2:30. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ നടത്തുകയും ചെയ്യുന്നത്. മറ്റേ ഇടിയും റഷും ഒന്നും ഉണ്ടാവില്ല നോർമലി ഉള്ള സ്ഥലങ്ങൾ പോലെ. സോ ട്രൈ ദിസ് ഗൈസ്. നമ്മൾ പണ്ട് പോലെ വരുന്നൊരു സ്ഥലമാണ്. സോ എൻജോയ് വിഷു. നമ്മളിങ്ങനെ അത് കഴിച്ചിട്ട് വരാം ഗൈസ്. അതിന് സിനിമയ്ക്ക് പോകണം. ടാറ്റ ബൈ ഗൈസ്. അടിപൊളി സദ്യ കേട്ടാ. ഇഞ്ചിപ്പുളി ഇതാണ്ടായി. ഞാൻ മറ്റേ ഇഞ്ചിപ്പുളി ഫാനായി. ഈ സാധനം ഉണ്ടല്ലോ ഇഞ്ചിപ്പുളി, അടിപൊളി ടേസ്റ്റ്. സോ ഗുഡ്. സാധാരണ ഇഞ്ചിയുടെ ടേസ്റ്റ് അങ്ങനെ എടുത്തേക്കില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഷർക്ക് എന്തോ ഭയങ്കര ടേസ്റ്റ് അല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റ്. കൊള്ളാം ഗൈസ്, ഇഞ്ചിപ്പുളി ഫാൻ, ഓരോ ഇഞ്ചിപ്പുളി കൊള്ളാം, നല്ല ടേസ്റ്റ്. സോ ഫിനിഷ് ചെയ്ത് വരാം ഗൈസ്, കഴിച്ച എല്ലാം കൊള്ളാം, അടിപൊളി. ഇത് ക്രൗൺ പ്ലാസയുടെ FNB ഡയറക്ടറാണ് മിസ്റ്റർ പ്രണവ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗിഫ്റ്റ്. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ, നല്ല അടിപൊളി സദ്യയാണ്. ഹാപ്പി വിഷു. താങ്ക് യു. അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഗേൾസ് സദ്യയൊക്കെ അടിച്ച് ആനങ്ങാൻ വയ്യാതെ കിണ്ടിയായിട്ടിരിക്കുന്നു. നമ്മളിനി പോയി കിടന്ന് ഉറങ്ങും മിക്കവാറും. പള്ളിച്ചട്ടമ്പി പോയി കണ്ട് സിനിമ കണ്ട് ഉറങ്ങാനുള്ള ലക്ഷണമാണ് കാണുന്നത്. പള്ളി ഉറങ്ങാനുള്ള ഒരു പരിപാടി ഞാൻ കാണുന്നുണ്ട്, പള്ളിച്ചട്ടമ്പി കാണാൻ പോയിട്ട്. ഒരു രക്ഷയില്ല കഴിച്ചു. എനിക്കാണെങ്കിൽ നല്ല ഹെവി ഫീലിംഗ്, വയറൊക്കെ ഒരു ഇത് കൊള്ളാം കേട്ടോ. ഫ്രണ്ടിലും ക്യാമറ, ബാക്കിലും ക്യാമറ, എല്ലാ രീതിയിലും വ്ളോഗ് ചെയ്യുന്നവർ ഈ സാധനം എടുക്കണമെന്ന് ഞാൻ ഇതിന്റെ റിവ്യൂ ഇടാൻ വേണ്ടി പറയുന്നു. പക്ഷെ ബാറ്ററി 12 ആടാനടങ്ങി ചാർജ് ചെയ്യില്ല എന്നല്ലേ ഞാൻ. ഇത് ചാർജ് ചെയ്ത് 50% എന്തോ അല്ലായിരുന്നു. എനിക്കൊന്നും അപ്പൊ ശരി ഗൈസ്, ബാറ്ററി കുറവാണ്. ഇനി സിനിമ കണ്ട് എന്തായാലും സിനിമ കാണാൻ പോകുമ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റൂല. അപ്പൊ സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം ചാർജ് ചെയ്തതിനു ശേഷം വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നേരെ ഫോറം മോളിലോട്ട് പോവുകയാണ്. ബൈ ഗൈസ്, സിനിമ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ കഫിക്കാനയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു കോഫി അടിക്കാന്ന് വിചാരിച്ച് വന്നതാണ്, ബാക്ക് ഇൻ ആക്ഷൻ. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞു ഗൈസ്. അപ്പം പള്ളിച്ചട്ടമ്പി എങ്ങനെ ഉണ്ടെന്നുള്ളത് നീ റിവ്യൂ ഇടുമോ? ഉറപ്പാണ്. അപ്പം റിവ്യൂ അവൻ്റെ വരും ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു ഓൺലൈൻ പറയാം. അല്ല, അത് ഞാൻ പിന്നെ പറഞ്ഞോളാം, എനിക്കിവിടെ ഇരുന്നുണ്ട്. അതുകൊണ്ട് ഗൈസ് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. ഞാനൊരു മാച്ച ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ പറയാം. നീ എന്താ പറയാൻ പോകണം? അവനവിടെ കട്ടയ്ക്ക് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൂടി ചെയ്യാം ഗൈസ്. ഞാൻ പറഞ്ഞു യാദൃശ്ചികമായി ഞാൻ കഫിക്കാനേ വരുമ്പോൾ ഫുൾ സെലിബ്രിറ്റികളാണ് ഗൈസ്. ആരാന്ന് നോക്കൂ, നമ്മുടെ നോബൽ ബ്രോ. നമ്മളെനിക്കൊന്നൊരു ഷൂട്ട് പണ്ട് ചെയ്തതിന് കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു മനസ്സിലായി. അടുത്ത് നമുക്ക് ചെയ്യണ്ടേ? ഒരു കട്ട ലുക്കായിട്ടൊക്കെ നടക്കുകയില്ലേ, നമുക്ക് വേണം പിടിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത പ്രോജക്റ്റ് എനിത്തിങ് നിയർ ബൈ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും കാണാം. അപ്പോൾ ആക്ഷനാണോ? അല്ല, ഓക്കെ. അതായത് നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഗൈസ്, ഇതിൻ്റെ ബാറ്ററി എക്സ്ട്രാ എടുക്കാൻ ഞാൻ മറന്നുപോയി. വീട്ടിൽ ഇഷ്ടം പോലെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബണ്ടിൽ. ചാർജും ചെയ്യില്ല, ഇന്നലെ കിട്ടിയല്ലേ ഉള്ളൂ. ഞാൻ ഇതെടുത്തോണ്ട് അങ്ങ് ഇറങ്ങി. പക്ഷേ ഇത് പണി തന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ഈ കാണുന്നത് ഐഫോൺ ഫുട്ടേജാണ് ഗൈസ്. പക്ഷേ എന്തായാലും താങ്ക്സ്. ഈ സാധനം കിടില്ല കേട്ടോ, വ്ളോഗർമാർക്ക് പൊളി ഐറ്റം. നിൻ്റെ തന്നെ ഉണ്ടല്ലോ ഈ സാധനം, ആക്ഷൻ 6. ഇതില്ല അവൻ്റെ കയ്യിലുണ്ട് ഗൈസ് ആക്ഷൻ 6. അപ്പോൾ അവൻ എന്തായാലും അതിൻ്റെ റിവ്യൂ ഇടാനുള്ള പ്ലാനാണ്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ പോലെ നിങ്ങൾ കണ്ടാൽ മതി, അതിൻ്റെ ക്വാളിറ്റി മാത്രം കണ്ടാൽ മതി എങ്ങനെയുണ്ടെന്നുള്ളത്. വെച്ച് കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഞാൻ നോക്കട്ടെ, കുറേ മൗണ്ടൊക്കെ വെച്ചിട്ടുള്ള പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ ഒരു മാച്ചയും പറഞ്ഞിട്ടുണ്ട്. ഇവൻ നീ മാച്ചല്ലേ പറഞ്ഞത്? സ്ട്രോബെറി മാച്ചല്ലേ? ഓക്കെ, ഇപ്പോൾ എന്തായാലും വരട്ടെ ഗൈസ്. അത് കുടിച്ചിട്ട് വീട്ടിൽ പോകാം. മാച്ച വിത്ത് കോക്കനട്ട് വാട്ടർ, മാച്ച വിത്ത് സ്ട്രോബെറി, പിന്നെ നമ്മൾ മഷ്റൂം ടാർട്ട് ആസ് യൂഷ്വൽ. ഐഫോണിൻ്റെ അൾട്രാ വൈഡിലോട്ട് മാറേണ്ടിയിരിക്കുന്നു. 1x ഇട്ട് കഴിഞ്ഞാൽ ഫോക്കസ് ആവില്ല, അതുകൊണ്ട് മാറ്റി. അപ്പോൾ എന്തായാലും ഗൈസ് മാച്ചയും ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ കുടിക്കുന്നുള്ളൂ. ഓക്കെ, ശരി, വരാം ഗൈസ്, ബൈ. മാച്ച വിത്ത് കോക്കനട്ട് വാട്ടർ ഫുള്ള് ഇത് കലക്കി നോക്കാം. ഇപ്പോൾ പിന്നെ സമ്മർ സീസൺ ആയതുകൊണ്ട് കോക്കനട്ട് വാട്ടർ അധികം കുടിക്കുന്നതായിരിക്കും നല്ലത് ഗൈസ്. ഞാൻ ഡോക്ടറൊന്നും അല്ല, എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മാച്ച കുറച്ച് കൂടിപ്പോയോന്ന് എനിക്കറിയാം. ഒരു പച്ച കളറിൻ്റെ കളി എന്താവുമെന്നൊന്നും എനിക്കറിയാം. ഞാനെല്ലാം കുടിക്കുന്നുണ്ട്. അമ്മമാർ മാരിക്കോരി ഇട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലപോലെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ലെറ്റ് മീ ട്രൈ ഇറ്റ് ഔട്ട്സ്. അവൻ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ആ മഷ്റൂം തീർക്കുന്നുണ്ട്. ഒന്നും അറിഞ്ഞുകൂടാന്നാണ് എൻ്റെ വിചാരം. ഞാൻ നല്ല രീതിയിൽ ഇത് കുടിക്കണതിന് കലക്കണതിനിടയ്ക്ക് അത് പാതിയും തീർന്നു കേസ്. കൊള്ളാം, സൂപ്പർ, അടിപൊളി. പിടിച്ചു നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. കട്ട റിഫ്രഷിങ്, സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ്, കൊള്ളാം കൈസ്. അപ്പം മാച്ച ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ, ഈ സാധനം നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാച്ച ഇഷ്ടമുള്ളവർക്ക്. മാച്ച ഇഷ്ടമില്ലാത്തവരൊന്നും കുടിച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഗുഡ്. ഈ സാധനം ഞാൻ പിന്നെ എപ്പോഴും കഴിക്കുന്നതാണ്. കൊള്ളാം, നല്ല യമ്മി സാധനമുള്ളത്. ഇപ്പം ചൂടെന്തായാലും കുറഞ്ഞാണ്. ടേസ്റ്റ് സോ ഗുഡ്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് വീട്ടിലെത്തിയിരിക്കുകയാണ്. പള്ളിച്ചട്ടമ്പി കണ്ടതിൻ്റെ
ഒരു ഈ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതും ഈ ഒരു പടത്തിൽ. ഞാൻ ഈ റിവ്യൂ അങ്ങനെ ഒരു അൺലെസ് അത് അത്രയും ഹൈപ്പുള്ളൊരു പടം ആണെങ്കിൽ മാത്രമേ ഇനി അങ്ങനെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ഇടുന്നുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ഈ ഡെയിലി വ്ളോഗ് പരിപാടിയുടെ ഇടയിൽ തന്നെ ഞാൻ കുത്തിക്കയറ്റും ഗൈസ്. അപ്പം ദ തിങ് ഈസ് പടത്തിൻ്റെ ആദ്യ ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേഷൻ നമുക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സ്റ്റോറി ലൈനാണ്. ടൊവിനോ കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഫിസിക്കലി ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. പുള്ളിയുടെ നമ്മളെന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനറിസവും സംഭവം. ആക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ആക്ഷൻ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ഇനി ഏത് നടന്മാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈസ് ടു ഗുഡ് വിത്ത് ആക്ഷൻ. മനസ്സിലായി, നല്ല രീതിയിൽ എഫേർട്ട് എടുക്കും. സ്റ്റൺസൊക്കെ പുള്ളി തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ചെയ്യുന്നതെന്നാണ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കുറേയൊക്കെ വൈഡ് ആംഗിൾ ഷോട്ട്സിലൊക്കെ ഞാനല്ലേ പുള്ളി ആ ഒരു സോമർസോൾട്ട് അടിച്ച് മറ്റേ തലയിൽ കൂടെയൊക്കെ മറ്റേ ഇങ്ങനെ റൗണ്ടൊക്കെ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ദ തിങ് ഈസ് പുള്ളി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ഷൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കമ്പയർഡ് ടു സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് ചെറിയൊരു KGF ഒക്കെ മണത്ത് കേസ്. അത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ആ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കിയുള്ള ഒരു ആൻറ്റിസിപ്പേഷനും ഇമ്പാക്റ്റും ഒക്കെ സെക്കൻഡ് ഹാഫിൽ മിസ്സായി. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിരുന്നു. പിന്നെ ഇതിലൊരു ലാസ്റ്റൊക്കെ കൊണ്ടുവന്നൊരു ഭയങ്കര ഒരു എന്താ പറയുക ക്ലീഷേ സെറ്റപ്പ്, ആ ഒരു സംഭവം വർക്കായില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പെർഫോമൻസസ് വൈസ് ഡിറക്ഷൻ വൈസ് ഒക്കെ നൈസാണ് സംഭവം. ഞാൻ പറയാം നല്ലൊരു സ്ക്രിപ്റ്റും അതിൽ ഞാൻ പറയാം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. ബിക്കോസ് അവർക്കുള്ള പ്രമിസിനെ കുറച്ചുകൂടെ നൈസായിട്ട് സ്ട്രോങ് ആയിട്ടൊരു പടം എടുക്കായിരുന്നു. അതിൽ വില്ലൻ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വില്ലനെ കുറച്ചുകൂടെ എന്താ പറയുമല്ലോ മെയിൻ വില്ലൻ എന്നുള്ള രീതിയിൽ ആ പടം വന്നിരുന്നെങ്കിൽ സെറ്റായതാണ്. ഇതൊരു സ്നീക്ക് പീക്ക് ഓഫ് ദ വില്ലൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ഞാൻ ശാസും കൂടെയാണ് പോയത്. അവനും എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. സോ സംഭവം നമ്മളല്ലേ ആദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഇവൻ ദോ അതൊരു ഇത്തിരി പഴയ കാലത്ത് നടക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ബിൽഡപ്പും സാധനങ്ങളും നറേറ്റീവ് സ്റ്റൈലും ഒക്കെ രസമായിരുന്നു. പക്ഷെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് ഭയങ്കര ഒരു ക്ലീശേ സാധനമാക്കി മാറ്റിക്കളഞ്ഞു സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെൻറ്റ് നമ്മളാ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഇത് ഉയരില്ല. അതാണൊരു പ്രശ്നം. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഇറ്റ് വാസ് ഓക്കെ കണ്ടിരിക്കാൻ കഴിച്ചു. ഒരു കഥ കേട്ടിരിക്കുന്നതിൻ്റെ ഒരു സെറ്റപ്പിൽ കണ്ടങ്ങ് പോവാം, അത്രേ ഉള്ളൂ. എനിവേസ് ടൊവിനോ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഗൈസ്. അത് ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ ആസ് ആൻ ആക്ടർ ഹി ഹാസ് ഡൺ ഹിസ് പാർട്ട്. അപ്പോൾ എന്തായാലും നീ ഏത് ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനെ എന്തൊരു പടമുണ്ട്, അത് നാളെ കാണാമെന്നുള്ള പ്ലാനിലാണ്. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ടു പോകുന്നതേ ഉള്ളൂ. അവനെന്തായാലും അത് കാണണം. ഞാനും കൂടെ പോകാറുണ്ട് ഗൈസ്. എന്താണ് സംഭവം എന്നുള്ളതിൻ്റെ അടുത്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വരാം ഗൈസ്. ലെറ്റ്സ് സീ. ഇപ്പം എന്തായാലും വീട്ടിൽ എത്തി. നീ ഒരു ചായ കുടിച്ചിട്ട് വിൽ പ്ലാൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഗൈസ് നമ്മൾ മറ്റേ ക്രൗൺ പ്ലാസയിൽ വെച്ച് നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയില്ലായിരുന്നു, ഹാമ്പർ. അപ്പം അതിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഇതൊരു മാക്രോൺ പിന്നെ കുക്കീസ്. ഇത് ഞാൻ കഴിച്ചു പോയി, കുഴപ്പമില്ല. മാക്രോൺ കൊള്ളാം കേട്ടോ, അടിപൊളി. ഒരു കേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഭയങ്കര സോഫ്റ്റ് കേക്ക് കേട്ടോ. ലെറ്റ് മീ ജസ്റ്റ് സീ ഇഫ് ഇറ്റ്സ് ഗുഡ്. നമുക്ക് എപ്പോഴും കേക്ക് കഴിഞ്ഞാൽ ഗൈസ് അറ്റത്തുനിന്ന് എടുക്കണം, ഈ അകത്തുനിന്ന് എടുക്കണം. ലൈക്ക് ദിസ് ബനാന വാൾനട്ട് കേക്കാന്ന് തോന്നുന്നു. സോ ഗുഡ്, പൊളി ടേസ്റ്റ് കേട്ടോ ഗൈസ്. ഓ അൾട്രാ മോയിസ്റ്റ്. ദിസ് ഈസ് ടു ഗുഡ്. എന്തൊരു കേക്കാണ് ഇത്, ഒരു രക്ഷയില്ല. പക്ഷെ അത് കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ കഴിച്ച് കാണിച്ചു നോക്കാം. വെയിറ്റ്, എടാ അത് കഴിച്ചു നോക്കണ. സൂപ്പർ അല്ലേ, നല്ല ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഇവന് വാൾനട്ട് അലർജി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വാൾനട്ടും ആ ബനാനയുടെയും കൂടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, പ്രൂവനാണ്. സൂപ്പർ സാധനം. ആ ഹാമ്പറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആ കേക്കാണ് കഴിച്ചു. ഇനിയിപ്പോൾ സോനു വരുമെന്ന് പറഞ്ഞു ഗെയിം കളിക്കാൻ. രാത്രി ഡിന്നർ കഴിക്കാൻ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ ഗൈസ്. ലെറ്റ് മീ സീ. പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ അതുകൂടെ കാണിച്ചിട്ട് ഇന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇതെങ്ങനെ ഡെവലപ്പ് ആവുന്നുണ്ടോ, ഈ ഒരു ഡെയിലി വ്ളോഗ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി ഗൈസ്. ഗീവ് യുവർ സജഷൻസ്. അതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ മാറ്റാം. ഇല്ലല്ല, അത് തന്നെ വാൾനട്ട് ആൻഡ് ബനാന. അപ്പോൾ ശരി ഗൈസ്, നല്ല കേക്ക്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് കാഷ്യൂ ഉണ്ട് അതിൻ്റെ അകത്ത്, പെപ്പർ കാഷ്യൂ, അങ്ങനെ എന്തോ ഒരു ഫ്ലേവേർഡ് കാഷ്യൂനട്ടും ഉണ്ടായിരുന്നു ആ ഹാമ്പറിൽ. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് കോൺസെൻട്രേറ്റും കൊള്ളായിരുന്നു ഗൈസ്. എനിവേസ് താങ്ക് യു ക്രൗൺ പ്ലാസ ഫോർ ദ ഗിഫ്റ്റ് ആൻഡ് എ വണ്ടർഫുൾ ജസ്റ്റർ. നമ്മൾ എനിക്ക് തോന്നുന്നു ക്രൗൺ പ്ലാസ ഇവിടെ കൊച്ചി തുടങ്ങിയ സമയം മുതലേ പൊയ്ക്കൊണ്ടിരുന്നതാണ് നമ്മൾ ഫാമിലിയായിട്ട്. ആ സമയത്തുള്ള സ്റ്റാഫും എല്ലാവരും. എനിക്ക് ഷെഫ് രാജീവായിരുന്നു തോന്നുന്നു ആ സമയത്ത് ഹെഡ് ഷെഫ്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല എത്രയോ വർഷമായി. ഇപ്പോഴും പിന്നെ ഷെഫ് കലേഷാണെന്ന് തോന്നുന്നു കോർപ്പറേറ്റ് ഹെഡ്, അവിടുത്തെ ഷെഫ്. പുള്ളിയെ നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അങ്ങനെ ക്രൗൺ പ്ലാസ ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ലപോലെ അറിയാം അടുത്ത ആൾക്കാരെയും. അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടയ്ക്കൊരു സമയത്ത് ഇത്തിരി ഡൗൺ ആയപ്പോഴാണ് നമ്മൾ ഹയാത്തിലോട്ട് മാറിയത്. ഇപ്പോൾ
വീണ്ടും ഗ്രൗണ്ട് പ്ലാസ ബാക്ക് ടു ഇറ്റ്സ് ആ ഒരു പഴയ പ്രതാപത്തിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഇടയ്ക്കിടയ്ക്ക് നോക്കാം ഗൈസ്, അങ്ങോട്ടും പോവാം. ഒരു സാധനം കൂടെ ഉണ്ട് ഗൈസ്, ഉമ്മ അടിച്ചു മാറ്റി വെച്ചേക്കാണ്. ക്രൗൺ പ്ലാസയിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ്. ബേസിക്കലി ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ഐറ്റമാണ്. കഴിച്ചോട്ടെ. ചോക്ലേറ്റ് ഫിൽഡ് ആണ് ഗൈസ്. സോഫ്റ്റ് സെൻറ്ററാണ്. നൈസ്. വെരി റിച്ച്. ഇതൊന്ന് ഹൗസ് മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഹോട്ടലിൽ ഉണ്ടാക്കിയ. അടിപൊളി, സൂപ്പർ സാധനം. വൺസ് അഗൈൻ താങ്ക്സ് ക്രൗൺ പ്ലാസ. വന്നല്ലോ വനമാലകൾ. അന്ന് മറ്റേ തോന്നുന്നു ആദ്യം അത് കണ്ടതിന് ശേഷം മെന്റലിസം ചെയ്ത് ഓട്ടിച്ച് വിട്ടതാണ് രണ്ടെണ്ണം. ബർത്ത്ഡേ എന്ന് എന്ത് അന്ന് തന്നാ പിന്നെ എനിക്ക് ചിലരൊക്കെ എനിക്ക് അന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ ഷോക്കാവും. കൊള്ളാം ഗൈസ്. എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഹെലിപ്പാഡിൽ കയറിയിരിക്കുകയാണ്. വിഷുവായിട്ട് ഭയങ്കര എല്ലായിടത്തും പടക്കം പൊട്ടിക്കലും. കുറച്ച് നാളായി ഞാൻ അവിടെയൊക്കെ വെടി പൊട്ടുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. ഷാസും സോനും ഷാനും ഉണ്ട്. അവരുടെയൊക്കെ സിൽവറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ ആരാടേ? ഓ മൈ ഗോഡ്, ആരോ പട്ടി തെന്നി എന്നൊക്കെ വിളിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എൻജോയ് ചെയ്തിട്ട് വരാം. ബൈറ്റ്. അങ്ങനെ ഗൈസ്, നമ്മൾ കൊക്കോട്ടറിയിൽ പോയി കുറച്ച് ഫുഡ് അടിക്കാം എന്ന് വിചാരിച്ചിരിക്കും. ലൈറ്റായിട്ട് എന്തെങ്കിലും. ഇല്ല, കഥ തുറന്നില്ല. വെയിറ്റ്. ഓക്കെ അവിടെ. ഓക്കെ ഗൈസ്, കാറിലോട്ട് കയറട്ടെ. ആർക്കും കാണത്തില്ല. വന്നിട്ടേ എല്ലാവരും ഇരുട്ടത്ത് കാണിക്കാൻ. ഇങ്ങനെയാണ് ടച്ച് ചെയ്യണത്. ഈ ലൈറ്റ് ഇട്ടാൽ ലൈറ്റ് കിട്ടും. കൊള്ളാം. നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് ഗൈസ് ഈ ഒരു ക്യാമറ. അപ്പം ഇനിയിപ്പോൾ രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യാൻ നല്ല രസമുണ്ട്. അതേപോലെ മൈക്ക് DJ മൈക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവും. എന്ത് സുഖമെന്നറിയാമോ? നല്ല രീതിയിൽ വ്ളോഗർമാർക്ക് പറ്റിയ ഒരു സാധനമാണ് ഇത്. സോ എന്തായാലും ഗൈസ്, നമ്മൾക്ക് എന്തോന്നും മറ്റേ കൊക്കോട്ടറി പോയി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ തോട്ട പോലത്തെ ഈ സാധനത്തിൻ്റെ വടിയൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. മാങ്ങയൊക്കെ ഞാൻ പറിച്ചിടാം. സത്യം പറഞ്ഞാൽ മാങ്ങയുടെ മരത്തിലോട്ടൊക്കെ പോണ ഷോട്ടൊക്കെ എടുക്കുക. സൂപ്പറാണ്. എന്നിട്ട് അതിനെ മിക്കവാറും ക്യാമറ മരത്തിൽ ഇരിക്കും മിക്കവാറും. അത് മാഗ്നറ്റ് ആണ്. ക്യാമറ ആംഗിൾസ് കൊള്ളാം. മൾട്ടി പർപ്പസ് പരിപാടി. ഇത് വെച്ച് എന്തും ചെയ്യാം. കുറച്ച് മൗണ്ടും കൂടെ ഒക്കെ ബൈക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് റൈഡ് പോലും പരിപാടിയൊക്കെ തന്നെ നോക്കട്ടെ. ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മൾ സ്ഥിരം സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഓർഡറാണ്. നമ്മൾ പറന്ന് ഓടി വന്നുകൊണ്ട് കറക്റ്റ് കിട്ടി. ലാസ്റ്റ് ഓർഡറും കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഫുഡ് അടിക്കാനുണ്ട്. സാധനങ്ങളൊക്കെ വരട്ടെ. എന്താ ഒരു വെളിച്ചം. കൊള്ളാം കഴിച്ചത് സാധനം. നൈസ്. വ്ളോഗ് ചെയ്യാൻ നല്ല അടിപൊളി. F2 ആണെന്ന് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോൾ നൈറ്റ് മോഡല്ല. നേരത്തെ നൈറ്റ് മോഡാണ് ഇട്ടിരുന്നത്. രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവരെ കാണിക്കും. എണ്ണ കൊള്ളാം. ഇവിടെ സീസർ സാലഡ് വന്നു, മടമടാന്ന് അടിക്കുന്നുണ്ട്. ഇവിടെ ബീഫ് സാലഡ് വന്നു, അപ്പോൾ തന്നെ കൂട്ടിക്കുഴയുകയാണ്. നമ്മളതൊന്നും വന്നില്ല അതൊരിക്കായിട്ടും. അതെന്താ ഒരുമാതിരി ഫ്ലെയറൊക്കെ അതിൻ്റെ കേസ് ലൈറ്റിൽ ഫ്ലെയറൊക്കെ അടിക്കും. ഓക്കെ, അതിനുണ്ട്. കഴിഞ്ഞാണെങ്കിൽ സീസർ സാലഡ് അല്ലായിരുന്നു. കൊള്ളാം അല്ലേ? എന്തായാലുണ്ട്. എന്താണ് തെറിച്ചു പോയത്? നിൻ്റെ ഫോൺ അങ്ങനെ തെറിച്ചു പോകണം. സെവൻ്റെ എന്താ വിയറ്റ്നാമീസ് ബീഫ് സാലഡ്. വേണ്ടി റിഫ്രഷിങ്. ഈ ലൈറ്റിൻ്റെ അടിയിൽ വരുമ്പോൾ ഫ്ലെയർ അടിക്കുന്നുണ്ട്. ലൈറ്റ് ഫ്ലെയറൊക്കെ. നല്ല ബീഫ് സാലഡ്. ഓക്കെ ഗൈസ്, എൻ്റെ ഫുഡ് വരട്ടെ. അപ്പം അങ്ങനെ ബൈ. അങ്ങനെ ഗൈസ്, എൻ്റെ ഒലിയോ വന്നിരിക്കുകയാണ്. നൈസാണ് സാധനം. ഇതെന്തോ ഇതാണ് ചിക്കൻ. ഇവിടെ ഫൈവ് സ്പൈസ്. നല്ല അടിപൊളി ചിക്കനാണ്. കൊള്ളാം. പിന്നെ ഇത് വിങ്സ്, ഫ്രൈഡ് ചിക്കൻ വിങ്സ്. ഓക്കെ, ഇന്ന് തുടങ്ങും ഞാൻ. ഇങ്ങനെ കഴിച്ചാൽ താഴെയുള്ള സോസ് മൊത്തം ഇങ്ങനെ മിക്സ് ചെയ്യണം. അന്നത്തെ പക്ഷേ ആ ഒരു വെന്ത ഒരു സംഭവം ഉണ്ടല്ലോ ടാസ്, അതല്ല. ഇത് കുറച്ചുകൂടി അൽഡൻ്റെയാണ്. കഴിച്ചു നോക്കണം. കൊള്ളാം, നല്ല ടേസ്റ്റ്. ഇതാ ഇതൊന്നും നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്തൊക്കെ ആക്ഷനൊക്കെ റിയാക്ഷനൊക്കെ വന്നുകൊണ്ട് ഞാൻ കൊടുക്കുന്ന കേസ്. ഇത് 5 സ്പൈസ് റോട്ടിസറി ചിക്കനാണ്. റോട്ടിസറി ചിക്കൻ ഫാൻസിന് കഴിക്കാൻ പറ്റിയ സാധനം.
ഓ നല്ല ജ്യൂസി ഫ്ലേവർ നോർമലാണ്, വലിയ അങ്ങനെ എരിയും സാധനമൊന്നുമില്ല. ജസ്റ്റ് എന്തോ 5 സ്പൈസ് ആ ഒരു പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ തോന്നുന്നു. പക്ഷെ കൊള്ളാൻ കഴിച്ചു, നല്ല ജ്യൂസി ചിക്കൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്പെഗറ്റി കഴിച്ചു, അടിപൊളി. ഞാൻ പിന്നെ ഈ അലിയോ ഒലിയോ ഫാനായുണ്ട്. എവിടെ പോയാലും ഞാൻ പാസ്ത അലിയോ ഒലിയാണ്. ഈ സോസുള്ള പാസ്ത ഇഷ്ടമല്ല. ചേസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡൊക്കെ അടിച്ചു. നമ്മൾ കുറെ കത്തിയൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നത് 12 മണിയായി. 11 മണിക്ക് ഇറങ്ങിയുള്ളൂ. എൻ്റെ കയ്യിൽ ക്യാമറ. ഓക്കെ ഗൈസ്, ഞാൻ ബില്ല് ചെയ്തിട്ട് വരാം. അങ്ങനെ ഗൈസ് ഇന്നത്തേക്ക് വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു ഔട്ട്രോ അടിക്കാം. ലൈറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തേക്കുള്ള വ്ളോഗ് കഴിഞ്ഞു. അടുത്ത ഡെയിലി വ്ളോഗുമായിട്ട് നാളെ വരാം. ഇന്ന് 4ാമത്തെ ആണെന്ന് തോന്നുന്നു. 4 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് ഇതുപോലെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, എനിക്ക് തന്നെ. ഓക്കെ, ബൈ ഗൈസ്, ടാറ്റാ. നമ്മൾ വീട്ടിൽ പോകണം. ബൈ.